السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ജാമിഅ തിർമിദിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ എന്ന അധ്യായത്തിൽ വന്നിട്ടുള്ള ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസിദ്നി ഇൽമ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ وأعوذ بالله من حال أهل النار. ഒന്നുകൂടി ചൊല്ലി വെക്കാം പ്രാർത്ഥന. اللهم انفعني بما علمتني وعلمني ما ينفعني وزدني علما. الحمد لله على كل حال وأعوذ بالله من حال أهل النار. ഇതിൻ്റെ ആദ്യ ഭാഗം അറിവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹുമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഒക്കെ ആരംഭിക്കുന്നത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാഹുവേ ഇൻഫഅനി നഫ്ഉള്ളതാക്കണമേ. എന്താ നഫ് എന്ന് പറഞ്ഞാൽ? നഫ്ഉം ദർറും എന്ന് പറയാറില്ല നമ്മൾ. നഫ് എന്ന് പറഞ്ഞാൽ ഉപകാരം എന്നാ. ഉപകാരമുള്ളതാക്കണമേ എന്നർത്ഥം. ഉപകാരമുള്ളതാക്കണമേ എന്ന്, അല്ലെങ്കിൽ എനിക്ക് നഫ്അ നൽകണമേ എന്ന്. ഇൻഫഅനി, എനിക്ക് നഫ്അ നൽകണമേ, ഉപകാരം നൽകണമേ. ചേർത്ത് പറയുമ്പോൾ ഈ പറയണ്ട കേട്ടോ. അല്ലാഹുമ്മ അൻഫഅനി എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു എനിക്ക് ഉപകാരം നൽകണമേ. എന്തുകൊണ്ടാ ഉപകാരം നൽകേണ്ടത്? ബി മാ അല്ലംത. മാ അല്ലംത, അല്ലമ പഠിപ്പിച്ചു, അല്ലംത നീ പഠിപ്പിച്ചു, അല്ലംത നീ എന്നെ പഠിപ്പിച്ചു, മാ അല്ലംതനി നീ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ബി മാ അല്ലംതനി നീ എന്നെ പഠിപ്പിച്ചത് കൊണ്ട് എനിക്ക് ഉപകാരം തരേണമേന, നഫ്അ നൽകണമേന ഒന്നാമത്തെ ആവശ്യം. ഇൻഫഅനി ബിമാ അല്ലംതനി, ഇതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത് പറയുന്നത് വഅല്ലിംനി. അല്ലമ പഠിപ്പിച്ചു, അല്ലിം എന്നത് അതിന്റെ കൽപ്പനയാണ്. അല്ലിം നീ പഠിപ്പിച്ചു തരണമേ. ആർക്ക്? നീ, എനിക്ക്. എന്താ പഠിപ്പിച്ചു തരേണ്ടത്? മാ യൻഫഉ. യൻഫഉ നഫ്ഉള്ള ഉണ്ടാകുന്നു, ഉപകരിക്കുന്നു. മാ യൻഫഉ ഉപകരിക്കുന്നത്. ആർക്ക്? നീ, എനിക്ക്. അപ്പൊ എനിക്ക് ഉപകരിക്കുന്നത് മാ യൻഫഉനി, എനിക്ക് ഉപകരിക്കുന്നത് അല്ലിം നീ, എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ. അതാണ് രണ്ടാമത്തെ ആവശ്യം. ഒന്നാമത്തെ ആവശ്യവും രണ്ടാമത്തെ ആവശ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന്, പടച്ചവൻ നമ്മൾക്ക് നൽകിയിട്ടുള്ള കുറെ ഇൽമുകളുണ്ട്, എല്ലാവർക്കും ഉണ്ടത്, പല നിലക്കുള്ള ഇൽമുകൾ. ആ ഇൽമുകൾ ഒരു ഉപകാരവും ഇല്ലാതെ പോവാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. എനിക്കുള്ള ഇൽമുകൾ കൊണ്ട് ഉപകാരം ഉണ്ടാവണം എന്നാ. ഉപകാരം ഉണ്ടാവണം. ഉപകാരമില്ലാത്ത അറിവുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പടച്ചവൻ പരലോകത്തെത്തുമ്പോൾ ചോദിക്കുന്ന ഒരു സംഗതി കൂടെയാണത്. നിന്റെ ഇൽമു കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന. ഇൽമു കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേസ്റ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പടച്ചവൻ എനിക്ക് നീ നൽകിയ ഇൽമുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഉപകാരം തരണമെന്ന്. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി. രണ്ടാമത് പറയുന്നത്, എനിക്കില്ലാത്ത അറിവുകൾ ഉണ്ടാവും, പക്ഷെ അതെനിക്ക് ഉപകാരമുള്ളതായിരിക്കും ആ അറിവ്. അങ്ങനെയുള്ള അറിവ്, വെറുതെ കുറേ അറിവല്ല, വെറുതെ കുറേ അറിവ് ഉണ്ടാവുക എന്നുള്ളതല്ല, എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം. അതുകൊണ്ട് അങ്ങനെയുള്ള അറിവ് എനിക്ക് പഠിപ്പിച്ചു തരണമേന. വഅല്ലിംനി മാ യൻഫഉനി. അവസാനം പറയുന്നത് അതുമായി ബന്ധപ്പെട്ട്, ഇൽമുമായി ബന്ധപ്പെട്ട അവസാനം പറയുന്നത് ഇതാണ്, വസിദ്നി ഇൽമ. വസിദ്നി ഇൽമ. സിദ്, സിയാദ, വർദ്ധനവ്. സിദ് എനിക്ക് അധികരിപ്പിച്ചു തരണമേ, വർദ്ധിപ്പിച്ചു തരണമേ. എന്ത്? ഇൽമൻ, അറിവ്. ഇപ്പൊ അറിവുണ്ട്, ഉപകരിക്കുന്ന അറിവാണ്. പടച്ചവൻ നമ്മൾക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ നൽകുന്നുണ്ട്. പക്ഷെ അതും പോരാ, ഇൽമ് കൂട്ടിത്തരണം. വസിദ്നി ഇൽമ, ഇൽമു വർദ്ധിപ്പിച്ചു തരണം എന്നതാണ്.
എത്ര കിട്ടിയാലും സത്യത്തിൽ നമ്മൾക്ക് മതിയാവാത്തൊരു സംഗതിയാണ് ഇൽമ് എന്ന് പറയുന്നത്. മരിക്കുന്നവരെ ഒരു മുത്തല്ലിമാവുക, ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാവുക എന്നതാണ് ഒരു മനുഷ്യന്റെ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അപ്ഡേറ്റഡ് ആവണം നമ്മൾ. പുതിയ പുതിയ അറിവുകൾ നമുക്ക്, അറിവെനിക്ക് വസിദ്നി ഇൽമ. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പിന്നെ പടച്ചോനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നീ എന്തൊക്കെയായിരുന്നു, എൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയായിരുന്നാലും അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതിയും, അലാ കുല്ലി ഹാൽ, എല്ലാ ഹാലിലും, എല്ലാ അവസ്ഥയിലും. എന്താണോ എൻ്റെ അവസ്ഥ അതിലൊക്കെ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അവസാനം ഒരു കാര്യത്തിൽ നിന്ന് പടച്ചവനോട് കാവലിനെ തേടുകയും ചെയ്യുന്നുണ്ട്. അഊദു ബില്ലാഹ്, അഊദു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. മിൻ ഹാലി, ഹാലിൽ നിന്ന്. ആരുടെ ഹാലിൽ നിന്ന്? അഹ്ലിന്നാർ, നരകക്കാരുടെ. അഹ്ലിന്നാർ എന്ന് പറഞ്ഞാൽ നരകക്കാരൻ, നരകവാസികൾ. നരകവാസികളുടെ അവസ്ഥ അതിദയനീയമാണ്. അപ്പോൾ അവരുടെ ഒരു ഹാലുണ്ട്. പടച്ചവനെ അത് എനിക്ക് ഉണ്ടാക്കല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇൽമുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ ആ തുടക്കത്തിൽ ചോദിച്ചത് എന്തൊക്കെയായിരുന്നു? അള്ളാഹുവെ, നീ എനിക്ക് പഠിപ്പിച്ചു തന്നതിൽ കൊണ്ട് എനിക്ക് ഉപകാരം നൽകണമേ. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി. രണ്ടാമത്തത് വഅല്ലിംനി മാ യൻഫഉനി, എനിക്ക് ഉപകാരപ്പെടുന്ന അറിവ് എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ. മൂന്നാമത്തത് വസിദ്നി ഇൽമ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. ഇത്രയും പറഞ്ഞിട്ട് അറിവുമായി ബന്ധപ്പെട്ട് ഈ 3 ആവശ്യങ്ങൾ പറഞ്ഞതിന് ശേഷം പടച്ചവനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും, സുഖകരമാകട്ടെ പ്രയാസകര എന്തായിരുന്നാലും ശരി, പടച്ചവനാകുന്നു സർവസ്തുതിയും. അവസാനം പടച്ചവനോട് കാവലിനെ ചോദിക്കുകയാണ്. ഔദു ബില്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. എന്തിൽ നിന്നും? മിൻ ഹാലി, ഹാലിൽ നിന്നും, അവസ്ഥയിൽ നിന്നും. ആരുടെ? അഹ്ലിന്നാർ. മിൻ ഹാലി അഹ്ലിന്നാർ. പഠിക്കാൻ വളരെ എളുപ്പമുള്ള, നമ്മൾക്ക് അനിവാര്യമായും ആവശ്യമുള്ള ഒരു സംഗതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അറിവില്ലെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആർക്കും ആവശ്യം ഉണ്ടാവില്ല, നമ്മൾക്കൊരു വിലയുണ്ടാവില്ല. എന്നാൽ കിട്ടിയ അറിവ് ഉപകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷമാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മളുടെ നേടിയ അറിവ് അത് നമ്മൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. അപ്പം അറിവ് എന്താവണം? നഫ്ഉള്ളതാവണം, ഉപകാരപ്രദമാവണം. അത് നമ്മൾക്കുള്ള അറിവ് കൊണ്ട് ഉപകാരം കിട്ടണം. ഉപകാരം ഉണ്ടാകുന്ന അറിവ് ഇനിയും പടച്ചവനോട് പഠിപ്പിച്ചു തരാൻ പറയണം. എത്ര കിട്ടിയാലും പിന്നെയും അത് അധികരിപ്പിച്ച് തരാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നുകൂടി പ്രാർത്ഥിച്ചു നോക്കാം. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസിദ്നി ഇൽമൻ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅഊദു ബില്ലാഹി മിൻ ഹാലി അഹ്ലിന്നാർ. ഈ ഹദീസ് ജാമിഅ തിർമിദിയിലാണ് വന്നിട്ടുള്ളത്. ഇതേ പ്രാർത്ഥന ഇബ്നു മാജയും ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ അവസാനത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രം. മിൻ ഹാലി അഹ്ലിന്നാർ എന്നതിന് പകരം നരകശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. നരകക്കാരുടെ അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൽ വിജയം നേടിത്തരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചവനോട് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.